കാവ്യ അല്ലേ? അതെ സാർ. എന്ത് പറ്റി കാവ്യ? പനിയാ. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 3 ദിവസമായി. ജലദോഷപ്പനിയാണോ അതോ? ജലദോഷം, തുമ്മല്. ജലദോഷപ്പനിയായിട്ട് തൊണ്ടവേദന വേറെ പ്രയാസം എന്തെങ്കിലും ഉണ്ടോ? തൊണ്ട. അതെ അല്ലേ? മരുന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ മേടിച്ചായിരുന്നു. ഡോക്ടറെ കാണാതെയാണോ? ഓ, അത് ഡോക്ടറെ കാണാതെ അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കുന്നത് ഒരു നല്ല പ്രവണത അല്ല. ഇപ്പം കാവ്യയ്ക്ക് അറിയാമല്ലോ, നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. കോവിഡ് പോലെ, ഇൻഫ്ലുവൻസ പോലെയൊക്കെ ചില പനികളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് അത്യാവശ്യം പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ അധികം ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ നമ്മൾ കൊണ്ട് കൊടുക്കും, നമ്മൾ കാരിയേഴ്സായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ ഇൻഫെക്ഷൻ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ വിചാരിക്കുന്ന രോഗലക്ഷണങ്ങൾ മാത്രം ആയിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാണും നമുക്ക്. ചിലപ്പോൾ പനിയുടെ കാരണം ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ വയറിൻ്റെ പ്രയാസമായിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത്, ആ രോഗലക്ഷണം എന്താണെന്ന് ഡോക്ടറോട് ചെന്ന് പറഞ്ഞ് തക്കതായിട്ടുള്ള പരിശോധനകൾ ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. തൽക്കാലം ഒന്ന് പരിശോധിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതനുസരിച്ച് കാവ്യക്ക് തരാം. ഇപ്പൊ ജലദോഷമായിട്ടായിരുന്നല്ലേ? ചുമക്കുന്നുണ്ടോ? അതെ അല്ലേ? Mount Zion Medical College Hospital, Adur, Pathanamthitta.